ഡെസ്ക് മേക്ക് ഓവറിൻ്റെ പാർട്ട് 2 ആണിത്. ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ബാക്കി പണിയും കൂടി നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ ഞാൻ ചെയ്യുന്നത് വാൾ പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വാൾ പോസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് എൻ്റെ ഒരു രീതിക്ക് ഞാൻ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കി, എങ്ങനെ വെച്ചാലാണ് രസം, എങ്ങനെയാണ് കണ്ടാൽ രസം, ഏത് തീമിലാണ് എങ്ങനെ വെക്കണം എന്നൊക്കെ ഉള്ളതൊന്ന് അറേഞ്ച് ചെയ്തു. അറേഞ്ച് ചെയ്യാൻ ചില്ലറ പണിയൊന്നെല്ലാം എടുത്തത്, കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു രീതി വരേക്കും ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ചുമരിലോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് ഈ പാർട്ട്. അപ്പം ഇത് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ലുക്ക് ഭംഗി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ഡെസ്കിന് മുമ്പിൽ ഒരു എസ്തെറ്റിക് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് കോഡ്സിൻ്റെ സ്റ്റിക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങി ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഡെസ്ക് മേക്ക് ഓവറിൻ്റെ പാർട്ട് 2 ആണിത്. ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ബാക്കി പണിയും കൂടി നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ ഞാൻ ചെയ്യുന്നത് വാൾ പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വാൾ പോസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് എൻ്റെ ഒരു രീതിക്ക് ഞാൻ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കി, എങ്ങനെ വെച്ചാലാണ് രസം, എങ്ങനെയാണ് കണ്ടാൽ രസം, ഏത് തീമിലാണ് എങ്ങനെ വെക്കണം എന്നൊക്കെ ഉള്ളതൊന്ന് അറേഞ്ച് ചെയ്തു. അറേഞ്ച് ചെയ്യാൻ ചില്ലറ പണിയൊന്നെല്ലാം എടുത്തത്, കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു രീതി വരേക്കും ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ചുമരിലോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് ഈ പാർട്ട്. അപ്പം ഇത് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ലുക്ക് ഭംഗി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ഡെസ്കിന് മുമ്പിൽ ഒരു എസ്തെറ്റിക് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് കോഡ്സിൻ്റെ സ്റ്റിക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങി ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.